നമസ്കാരം ഗായ്സ്. ഓണമെല്ലാം കഴിഞ്ഞു. ചമന്തി മല്ലിക നല്ലോണം പൂത്തിരിക്കുന്നു. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഇനിയിപ്പോൾ ഫ്ലവറിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നേരെ നമ്മളെ കൃഷിയിടത്തിലേക്ക് വെച്ചു. ഗ്രോ ബാഗിലായിരുന്നു. അപ്പം നേരെ കൃഷിയിടത്തിലേക്ക് വെച്ചു. ഓരോന്നായിട്ട് നല്ല ഫ്ലവറാണ്. കണ്ടോ, ഇതുപോലെ നല്ല ഫ്ലവറായിരിക്കുന്നു. അപ്പം ഓണം കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഓണത്തിൽ നിന്ന് പറിച്ച ബാക്കി എല്ലാ ഗ്രോ ബാഗുകളും നമുക്ക് ഇതുപോലെ പയർ കൃഷിൻ്റെ നമ്മളെ ചീര പയർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിലേക്ക് വെക്കാം. കാരണം കീടങ്ങളുടെ അറ്റാക്ക് കുറഞ്ഞു കിട്ടും. കാരണം ഫുള്ള് കീടങ്ങൾ ഈ ഫ്ലവറുമൊക്കെ വരിക. നമ്മളെ പയറിന് വല്ല പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പോൾ കീടങ്ങളെ കമ്മി ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ ഗ്രോ ബാഗും നമ്മളെ പയർ ചീര എല്ലാം നട്ടുകൊടുത്തൊക്കെ വെച്ചു. അപ്പോൾ ഇതുപോലെ ചെയ്യണം നമുക്ക്. അപ്പോൾ ഒരു ഐഡിയപരമായി നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങണം. അപ്പോൾ ഈ ചെണ്ടുമല്ലിക്ക് ആകർഷണം വരും ഈ കീടങ്ങൾക്ക്. അപ്പം അല്ലാതെ നമ്മളെ പയറിന്മക്കൊന്നും വരികയില്ല. അപ്പോൾ നമുക്ക് ജൈവ രീതിയിൽ പച്ചക്കറി പറിക്കാം. ഓക്കെ, നമസ്കാരം.